തന്ത്രി ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. തന്ത്രിക്കെതിരെ പ്രതികാര നടപടിയായിരുന്നു SITയുടെ ഭാഗത്തുണ്ടായത്. SIT ആണെങ്കിൽ ഇപ്പോൾ അപ്പീലൊന്നും പോയിട്ടില്ല ഈ ജാമ്യം കിട്ടിയതിനെതിരെ. എന്താണ് ഇപ്പോൾ ഈ ഹൈക്കോടതി പറഞ്ഞല്ലോ ജാമ്യം കിട്ടിയാലും കുഴപ്പമില്ല. അല്ല, ഈ നേരത്തെ തന്ത്രി കേസ് ജാമ്യം കിട്ടും. നിങ്ങൾ ചോദിച്ചതല്ല, ഞാൻ പറഞ്ഞ കണ്ടെത്തലുണ്ടെന്നാണോ? ഒരു പ്രശ്നമില്ല. അവർ കണ്ടെത്തി പൂർത്തിയായിട്ടില്ലല്ലോ, കണ്ടെത്തണ്ടേ? കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. ആ കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. പൂർത്തിയായിട്ട് വരുമ്പോൾ എന്താണ് ചാർജ്, അതുപോലെ തന്നെ ഈ തന്ത്രിന്റെ ചാർജ് എന്താണെന്നൊക്കെ പറയും. അന്നേരം നോക്കാം. ധൃതിപ്പെടണ്ട. ആര് കൊടുക്കാൻ, ആർക്കാ കൊടുക്കേണ്ട കാര്യമുള്ളത്? കോൺഗ്രസിന്റെ ആരോപണം അതാണ്. കോൺഗ്രസിന്റെ ആരോപണം, BJPന്റെ ആരോപണം. അത് നിങ്ങൾ കോൺഗ്രസിന്റെ ആളിനെ കിടക്കല്ലേ ഇടാ. പിന്നെ ഈ BJP കാരന്റെ കാര്യം വെച്ചുകൊണ്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? കോൺഗ്രസിന്റെ തന്നെ സോണിയാഗാന്ധിയൊക്കെ കണ്ടതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. കോൺഗ്രസ് പറഞ്ഞോ? എന്തിനാണ് കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള രണ്ടാളും ആന്റോ ആന്റണിയും ഒപ്പം ഇപ്പോഴത്തെ UDFന്റെ കൺവീനർ അടൂർ പ്രകാശും എന്തിനാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സോണിയാഗാന്ധിയെ സന്ദർശിച്ച് കൈക്കെല്ലാം കെട്ടിക്കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം നടത്തിയത് എന്നുള്ളതിന് ഇതേവരെ കോൺഗ്രസിനോട് പറഞ്ഞോ? അത് പറഞ്ഞ് കേൾക്ക്. അത് ചോദ്യം മാത്രം നോക്കിയാൽ പോരല്ലോ. അതിനോട് പറഞ്ഞില്ലല്ലോ. ഇല്ല. പിന്നെ വാജി വാഹനം തന്ത്രിക്ക് എന്തിനാണ് കൊടുത്തത്? 11.5 കിലോ തൂക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചലോഹങ്ങളാൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ വലിയ മൂല്യമുള്ള സ്വത്ത് എന്തിനാണ് ഇവർക്ക് നൽകിയത്? കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതെങ്ങനെ ആര് കൊടുത്തു? അപ്പോൾ അജിത് അറിയാൻ പറയുന്നത് ഞങ്ങൾ ശരിയായി കൊടുത്തതാണെന്നാണ്. അപ്പോൾ കൊടുത്തെന്ന് വ്യക്തമായിട്ടുണ്ട്. പിന്നെ ആ സന്ദർഭത്തിൽ തന്നെയാണ് കുടിമരത്തിന് യാതൊരു തകരാറും ഉണ്ടായിരിക്കുന്നില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം സിമെന്റ് ഇട്ട തറയിലായിരുന്നു. അപ്പോൾ ചെതല പിടിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചന തന്നെയാണ്. അതിനുവേണ്ടി പണം പിരിച്ചു കോടിക്കണക്കിന്. ആ പണം എവിടെയെന്ന് കോടതി ചോദിച്ചു. സ്വർണവും പിരിച്ചു. സ്വർണ്ണം എവിടെയെന്ന് ചോദിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അതിൻ്റെ ഭരണം. സംസ്ഥാന ഭരണവും അതെ, ദേവസ്വം ബോർഡ് ഭരണവും അതെ. അതുകൊണ്ട് കോടതി പറഞ്ഞു 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് പോറ്റിയേക്ക് വെച്ചത് ആരപ്പ അതെല്ലാം കൂടി ചോദിച്ചില്ലേ? എന്നിട്ട് ഉത്തരം നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സഖാക്കളാണപ്പ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. ആരാ? KC വേണുഗോപാലിനാണപ്പ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മുണ്ടാട്ടുമില്ല. ഒരു ചാനലിലും മുണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, ഇരിക്കുമില്ല. അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. കോൺഗ്രസിനും BJP സന്ദർശന ഗാലറിയിലേക്കാണ് കടന്നുപോയത്. ആരെ പിടിച്ചപ്പോൾ? തന്ത്രീനെ പിടിച്ചപ്പോൾ BJP. പിന്നെ ED വന്നപ്പോൾ തന്ത്രീൻ്റെ അടുത്ത് മാത്രം പോയില്ല. എന്താ പോവാതെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരു കാര്യം അന്നേ പറഞ്ഞിട്ടുണ്ട്. സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം. ഒരാളെയും സംരക്ഷിക്കാനില്ല. എന്നാൽ ഇതെല്ലാം മാറി ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF, കോൺഗ്രസ്, BJP. അതാ കാര്യം.